ഇന്ന് ജൂലൈ 23, 2024 നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാമത്തെ ബജറ്റ് നിരാശാജനകം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ സർക്കസ് കളിക്കുള്ള സാമ്പത്തിക രേഖ എന്ന് അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ബജറ്റിൻ്റെ ചേരുവകളെല്ലാം ഉണ്ടെങ്കിൽ പോലും ബജറ്റിൻ്റെ ആദ്യാവസാനം കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഗവൺമെൻറ് ഏത് സമയവും നിലം പൊത്തും എന്ന രാഷ്ട്രീയമായ ആശങ്കയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർവ്വപ്രദേശങ്ങളുടെ ഉന്നമനം എന്ന പേരിൽ ബീഹാറിനെയും ബംഗാളിനെയും ഒറീസയെയും ആന്ധ്രാപ്രദേശിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാക്കേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യം മറ്റ് സ്റ്റേറ്റുകളൊന്നുമല്ല, രണ്ട് മുഖ്യ ഘടകകക്ഷികൾ, അതായത് JDU ബീഹാറിൽ, അതേപോലെ തന്നെ തെലുങ്കുദേശം പാർട്ടി ആന്ധ്രയിൽ, അവരുടെ പിന്തുണ ഉറപ്പുവരുത്താൻ വേണ്ടി ആ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുക എന്ന വളരെ ഒരിക്കലും ഒരു കേന്ദ്ര ബജറ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു തരം താഴ്ന്ന പരിപാടിയാണ് നമ്മുടെ നിർമ്മല സീതാരാമൻ ചെയ്തിരിക്കുന്നത്. അത് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് ബജറ്റിൻ്റെ ഉള്ളറകളിലേക്ക് കടന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒരു സാമ്പത്തിക കാര്യ വിദ്യാർത്ഥി എന്ന നിലയിൽ. അങ്ങനെ നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് 4 കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. അതായത് പാവങ്ങൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 9 പ്രയോറിറ്റികൾ പ്രഖ്യാപിക്കപ്പെട്ടു. ആ 9 പ്രഖ്യാപിക്കപ്പെട്ട പ്രയോറിറ്റികൾ പരിശോധിച്ചാൽ അതിൽ എംപ്ലോയ്മെൻറ്റിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ്, സ്കില്ലിങ്, MSME തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അവർ പ്രാധാന്യം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പോസിറ്റീവായി കണ്ട കാര്യം, എംപ്ലോയ്മെൻറ്റ് പ്രോവിഡൻറ്റ് ഫണ്ടിൽ ചേരുന്ന തരത്തിലുള്ള തൊഴിലുകൾ, അങ്ങനെ തൊഴിലുകൾ സൃഷ്ടിക്കുന്ന തൊഴിൽ സൃഷ്ടാക്കൾക്കും അതുപോലെ തന്നെ അതിൽ പണിയെടുക്കുന്ന ആളുകൾക്കും ചില ആനുകൂല്യങ്ങൾ. ഉദാഹരണത്തിന് ആദ്യത്തെ ശമ്പളം ഗവൺമെൻറ് കൊടുക്കുക, അതേപോലെ തന്നെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട തുകയിലൊരു ചെറിയ അംശം ഉടമസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് അടയ്ക്കേണ്ട തുകയുടെ ഒരു ഭാഗം കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. MSMEകളുടെ പേരും പതിവ് പോലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്കും ലോണല്ലാതെ മറ്റൊന്നും കൊടുത്തിട്ടില്ല. അവരിൽ മെച്ചപ്പെട്ട മുദ്രാ ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷമാക്കി ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്ന് ലോൺ കിട്ടാത്തതല്ല പ്രശ്നം, ലോൺ എടുക്കാനുള്ള അർഹതയിൽ നിന്നും താഴെ പോയതാണ്. ലോണുകൾ ധാരാളമുണ്ട്, അതിനെ പ്രൊഡക്റ്റുകൾ എന്നാണ് ഇപ്പോൾ ബാങ്കുകൾ വിളിക്കുന്നത്. പക്ഷേ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് സിബിൽ സ്കോറില്ല. അതുകൊണ്ട് MSMEകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർക്ക് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. എങ്കിലും 4 കോടി യുവാക്കൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകും എന്നൊക്കെയാണ് ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഒരു കോപ്പറേറ്റീവ് നയം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നാഷണൽ കോപ്പറേറ്റീവ് പോളിസി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെന്താണ് എന്നതിനെ സംബന്ധിച്ചൊന്നും തന്നെയുള്ള വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, വിദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷൻ ലോണ്. ആ ലോണിൻ്റെ കാര്യത്തിലും ഒരു പ്രത്യേകത നമ്മൾ കണ്ടത്, ഇവിടെ ഇന്ത്യയിൽ പഠിക്കുന്നവർക്ക് മാത്രമാണ്. ഇന്ത്യയിൽ പഠിക്കുന്ന ആളുകളുടെ ലോണ് 10 ലക്ഷം വരെ കൊടുക്കുകയും അവർക്ക് ചില സഹായങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ, ഇവിടെ ആളുകൾ ലോൺ എടുക്കുന്ന നമുക്കറിയാം, ലോകത്തുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോൺ എടുക്കലാണ് ഇപ്പോൾ കൂടുതൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ഉള്ളത്. അതേപോലെ തന്നെ SC ST തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി എന്നല്ലാതെ അവർക്കൊന്നും വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഫിനാൻഷ്യൽ സൈഡിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഏതാണ്ട് 5.8% GDP-യുടെ. ആ 5.8% എന്നുള്ള GDP-യുടെ നിരക്കിൽ നിന്ന് 4.9% ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറഞ്ഞു എന്ന് അവകാശപ്പെടുന്നുണ്ട്. നല്ല കാര്യമാണ്. എങ്കിലും ആ 1% കുറവ് തീർച്ചയായും ഫിസ്ക്കൽ കൺസോളിഡേഷനിലേക്ക് നീങ്ങുമെങ്കിലും അടുത്ത വർഷം
അത് 4.5 കുറയും എന്ന പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ടാക്സുകളാണ്. ടാക്സുകളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോർപ്പറേറ്റുകളുടെ വിദേശ കോർപ്പറേറ്റ് കമ്പനികൾക്ക് 40% എന്നുള്ളത് 35% കുറച്ച് അവരെ സന്തോഷിപ്പിക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ വിദേശ ക്രൂയിസുകൾ അല്ലെങ്കിൽ കപ്പലുകൾ, മനുഷ്യരെ കൊണ്ടുപോകുന്ന യാത്രാ കപ്പലുകൾ, ആ യാത്രാ നൗകകൾ അല്ലെങ്കിൽ കപ്പലുകൾ അവർ ഇന്ത്യൻ ഷിപ്പിംഗ് ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ തീരപ്രദേശത്ത് അവരുടെ പരിപാടികൾ അല്ലെങ്കിൽ അവർ യാത്ര നടത്തുമ്പോൾ അവർക്കും ചില ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചത് ഡയറക്റ്റ് ടാക്സിൽ നമ്മുടെ പേഴ്സണൽ ഇൻകം ടാക്സ് കുറയുമോ എന്നുള്ള ഒരു വിഷയമാണ്. പക്ഷേ പേഴ്സണൽ ഇൻകം ടാക്സിൽ കാര്യമായിട്ടുള്ള ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ പുതിയ ഇൻകം ടാക്സ് സ്കീമിലേക്ക് കയറിയവർക്ക് അവരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആകെ ഉള്ള ഇൻകത്തിൽ നിന്ന് 75,000 രൂപ 50,000 കുറച്ച സമയത്ത് ഇപ്പോൾ 75,000 കുറയ്ക്കാം. അതിൻ്റെ ഭാഗമായിട്ടൊരു 17,000 രൂപ അല്ലെങ്കിൽ 17,500 രൂപ മെച്ചമുണ്ടാകും എന്ന് പറയുന്നു. അതേപോലെ തന്നെ 3 ലക്ഷം വരെയുള്ള സ്ലാബ് ഒന്നും കൊടുക്കേണ്ടാത്ത, ഇൻകം ടാക്സ് കൊടുക്കേണ്ടാത്തത് വെറും 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രതിമാസം 25,000 രൂപയാണ് 3 ലക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ 3 ലക്ഷം എന്നുള്ളത് ഒരു ചെറിയ തുകയാണ്. അത് 5 ലക്ഷമെങ്കിലും ആകും എന്നൊക്കെയാണ് നമ്മുടെ BJP വൃത്തങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ അത് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ പ്രതിമാസം 25,000 രൂപ കിട്ടുന്നവരെല്ലാം ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ റിഡക്ഷൻ എല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെ 3 തൊട്ട് 7 വരെയുള്ളവർക്ക് 5, 7 മുതൽ 10 വരെയുള്ളവർക്ക് 10%, 10 മുതൽ 12 വരെയുള്ളവർക്ക് 15%, 12 മുതൽ 15% വരെയുള്ളവർ ലക്ഷം വരെയുള്ളവർക്ക് 20%, 15 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 30%. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് അവിടെയൊക്കെ ഉള്ളത്. പക്ഷേ ഗോൾഡിൻ്റെ കാര്യത്തിൽ 10% നിന്ന് 6%-ലേക്ക് കുറച്ചിട്ടുണ്ട്. അതായത് ഇറക്കുമതി തീരുമ്പോൾ അപ്പോൾ സ്വർണത്തിൻ്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ക്യാൻസർ മരുന്നുകൾ, 3 പ്രധാനപ്പെട്ട ക്യാൻസർ മരുന്നുകളുടെ വില കുറയും എന്ന് പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമാണ്. അതേപോലെ കയറ്റുമതി ചെയ്യാനുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചില കെമിക്കലുകൾ, ഉദാഹരണത്തിന് നമ്മുടെ ലെതർ ഇൻഡസ്ട്രിയിലും അതുപോലെയുള്ള മറ്റ് ചില ഇൻഡസ്ട്രികളിലുമൊക്കെ അത്തരത്തിലുള്ള കെമിക്കലുകളുടെ എല്ലാം ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത് കയറ്റുമതി പ്രയോജനകരമാകാൻ നല്ലതാണ് എന്ന് പറയുന്നു. എന്നാൽ ടൂറിസത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ വലിയ വാചകങ്ങളൊക്കെ അടിച്ചുവെങ്കിലും അതൊക്കെ ഈ പറഞ്ഞതുപോലെ എല്ലാം ഒന്നുകൂടി ബീഹാറിനെക്കുറിച്ച് പറയാനും ആന്ധ്രയെക്കുറിച്ച് പറയാനും ഉതകിയെന്നല്ലാതെ മറ്റ് വിശേഷങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് ഈ ബജറ്റ് എന്ന് പറയുന്നത് ഒരു ദുർബലമായ, എപ്പോൾ വേണമെങ്കിലും വിഴാൻ വിഷമമില്ലാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ബജറ്റാണ്. അതിനെ എങ്ങനെ പിടിച്ചു നിർത്താം എന്ന ആലോചനയ്ക്കപ്പുറത്ത് ഒരാലോചനയുമില്ല. കർഷകരുടെ കടം, അതുപോലെ തന്നെ ലോണെടുത്തവരുടെ പലിശ നിരക്ക്, വിദ്യാഭ്യാസ ലോണെടുത്തവരുടെ പലിശ നിരക്ക് അല്ലെങ്കിൽ അവരുടെ മുതലിൻ്റെ ഒരു അംശം, ഇതിങ്ങനെ എടുത്ത് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകൾ, കോവിഡിൻ്റെ കാലത്ത് ഉൽപ്പാദിപ്പിച്ചവരാണല്ലോ, വൻതോതിൽ ഉൽപ്പാദനം നടത്തിയ കർഷകർ നട്ടാൻ തിരിയുകയാണ്. അവർക്കൊന്നും ഒരാശ്വാസവുമില്ല. MSME ലോണെടുത്ത് വ്യാവസായിക ഉൽപ്പന്നം വർദ്ധിപ്പിച്ചവർക്ക് ഒരാശ്വാസവുമില്ല. വീണ്ടും അവരോട് കടമെടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് മോഡി സർക്കാർ അതിൻ്റെ തെറ്റായ സാമ്പത്തിക സമീപനം തുടർന്നു കൊണ്ട് പോവുകയാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് നിരാശാജനകമായ ഒരു ബജറ്റാണ് ഇത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. സംസ്ഥാനങ്ങളുടെ കാര്യം പറയുമ്പോഴും ഇവിടെ BJP കേരളത്തിൽ പറഞ്ഞത് എയിംസ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. മാത്രമല്ല, ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബീഹാറിനും ആന്ധ്രയ്ക്കും മാത്രമാണ്. ഈ ബജറ്റിനെ ശക്തമായി എതിർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയല്ലാതെ മാർഗമില്ല.